പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കണ്ടന്റും കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന്. അപ്പം ആദ്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായൊരു സാഹചര്യം ഞാൻ മൈ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. ഞാൻ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പം അവസ്ഥയൊക്കെ മാറി, കുട്ടികളൊക്കെ സ്കൂളിലായി, അവരൊക്കെ വലുതായി, അവരുടെ കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനിവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടല്ല ചെയ്യുന്നത്, പുറത്തേക്ക് പോകണില്ല, പുറത്ത് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. പഠിച്ചത് കമ്മ്യൂണിക്കേഷനാണ്, പക്ഷേ ജീവിതത്തിലെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം എന്നുള്ള രീതിയിൽ കുറച്ച് PSC എക്സാമുകൾ എനിക്ക് നെറ്റോ സെറ്റോ ഒക്കെ എഴുതിയെടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും PSC കോച്ചിങ്ങിന് പോകണം. പിന്നെ 1-2 കോളേജുകളിൽ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട് പഠിപ്പിക്കാൻ കയറാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ. അപ്പോൾ അത് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ തണുത്തത് ഇപ്പം ഇങ്ങനെ കുടിച്ചിട്ടാന്ന് തോന്നുന്നു, തൊണ്ടയ്ക്ക് ഭയങ്കര കാറ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, കുറേ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു ഹെയർ ഓയിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ വേറൊരാൾക്ക് വർക്കാവുമോ എന്നറിയില്ല. അപ്പം കുറച്ച് പേർക്ക് കൊടുത്തു. അപ്പോൾ അവർ വീണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി. ഇത് 5 ലിറ്ററിൻ്റെ ടിന്നാട്ടോ, ഇത് ഫുള്ളും ഉണ്ടാക്കി. ഇനി ഇത്രയേ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇത്രയും കൊടുത്ത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഞാൻ അന്ന് ചോദിച്ച ആൾക്കാർക്ക് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. രണ്ടാമത് ഉണ്ടാക്കിയപ്പം ഓയിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർക്ക് പോസ്റ്റലായിട്ടും കൊറിയറാക്കിയിട്ട് അയച്ചു. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽ നമ്മൾ കൊടുക്കുന്നത് 100 മില്ലിക്ക് 170 രൂപയായിട്ടാണ്, കൊറിയർ ചാർജ് അടക്കം. അപ്പോൾ ഇനി ബാക്കി 1 ലിറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് യൂട്യൂബിൽ വീഡിയോ ഇടാൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ അതൊക്കെ ശരിയായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ID എന്ന് പറയുന്നത് അമൃത മനുപ്രസാദ്, അതിൽ എന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഓയിൽ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിന് റിപ്ലൈ തരാം. എങ്ങനെയാണ് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് സംശയം എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നത് എന്നോട് നേരിട്ട് കാണുന്നവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ട്, എന്നാലും ഞാൻ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ചെയ്തതിൽ പറയുന്നുണ്ട് ഏതൊക്കെ മരുന്നാണ് എങ്ങനെയൊക്കെ ചേർക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിൽ ചേർക്കുന്നത് താനിക്ക, നെല്ലിക്ക, ചിറ്റാമൃത്, വമ്പാട, കാർവോലരി, ആര്യവേപ്പിൻ്റെ ഇല, തുളസി, പിന്നെന്താ ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂവ്, പിന്നെ കറ്റാർവാഴ, അങ്ങനെ ഒരു മുടിക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ, കരിഞ്ജീരകം. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ പ്രപ്പോർഷനായിട്ട് കുറച്ച് ആവണക്കെണ്ണ ചേർക്കും. ആവണക്കെണ്ണ നമ്മൾ മുടി വളരാൻ ഭയങ്കര ബെസ്റ്റാണ്. പിന്നെ വൈറ്റമിൻ E ഓയിലാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അപ്പം ഇത്രയാണ് അതിൽ ചേർക്കുന്നത്. മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായിട്ട് വളരും, പിന്നെ താരൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പോലെ തന്നെ 1/2 മണിക്കൂർ മുന്നേ തേച്ച് മുടിയിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് കുളിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുക. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഹോട്ട് ഓയിൽ ചെയ്യുക. ഹോട്ട് ഓയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ, സ്ഥിരം എൻ്റെ വീഡിയോയിൽ കാണുന്നവരാണെങ്കിൽ അറിയാം. പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ നടുക്ക് വേറൊരു പാത്രം വയ്ക്കുക, അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുക, ചൂടാക്കുക. അത് ആറിക്കഴിയുമ്പോൾ നമ്മൾ ഈ 10 വിരലും അതിലിട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് തരുന്നവരെ നന്ദി.